വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും ഫാൻസിന് ഒരു ഷോക്കിംഗ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. രണ്ടര ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ജാനുവരിയിൽ മാത്രമാണ് പുറത്ത് വിടാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുള്ളൂ എന്ന രീതിക്ക്. ഇപ്പോൾ നമ്മളത് ഈ ഒരു വീഡിയോയിലൂടെ അത് റിവീൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ 2 വീഡിയോ ഇത് ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അപ്ഡേറ്റ് ഒന്ന് പറയാമോ എന്ന രീതിക്കൊക്കെ. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ്, അതും ഉപ്പും മുളകിൽ നിന്ന് ഒഫീഷ്യലായിട്ട് ഡയറക്ടർ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞ ആ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം ഉപ്പുമുളകും ഡയറക്ടർ രാജേഷ് ഏട്ടൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പുമുളകിനെ കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് നമുക്ക് തരാമോ എന്ന രീതിക്ക്. അപ്പോൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് രാജേഷ് ഏട്ടൻ്റെ ഒരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം പറഞ്ഞത് സംവിധായകൻ മാറി എന്ന രീതിക്കായിരുന്നു. നമ്മളെല്ലാവരും ഉദ്ദേശിച്ചത് താൽക്കാലികമായിട്ടാണ് ഉണ്ണിസാർ മാറി രാജേഷ് ഏട്ടൻ ഡയറക്ടർ പൊസിഷനിലേക്ക് വന്നതെന്ന്. ഇപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. നിരന്തരമായിട്ട് ഇനിയിപ്പോൾ രാജേഷ് ഏട്ടൻ തന്നെയായിരിക്കും ഉപ്പുമുളകിൻ്റെ ഡയറക്ടർ എന്ന്. അതിൻ്റെ അടുത്തത് മുടിയൻ വരാൻ ഇപ്പോൾ അടുത്തൊന്നും ഉണ്ടാവില്ല, മുടിയൻ വരാൻ ലേറ്റാകും എന്ന രീതിക്കായിരുന്നു രാജേഷ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ മുടിയൻ്റെ കാര്യത്തിലും ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. മുടിയൻ എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഉപ്പുമുളകിൽ വരാൻ സാധ്യത തന്നെയില്ല. പിന്നെ അടുത്തതാണ് ഒരു ഷോക്കിംഗ് അപ്ഡേറ്റ്. അതായത് നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു അപ്ഡേറ്റ് തന്നെയായിരുന്നു അത് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സിദ്ധുവിനെ കുറിച്ച്. ഇപ്പോൾ റീസെൻ്റായിട്ട് എപ്പിസോഡ് കാണുന്നവർക്ക് മനസ്സിലായി കാണും, ഈ ഒരു 1.5 മാസത്തിനുള്ളിൽ സിദ്ധുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സിദ്ധു ഇപ്പോൾ തിരിച്ചു വരാൻ പോവുകയാണ് എന്ന രീതിക്കൊക്കെ എപ്പിസോഡുകളിൽ തന്നെ പറയുന്നുണ്ട്. ആ ഒരു ടൂർ എപ്പിസോഡൊക്കെ മെയിനായിട്ട് നടക്കാൻ കാരണം തന്നെ സിദ്ധു എന്നൊരു ക്യാരക്ടറായിരുന്നു. സിദ്ധുവാണ് ആ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോൾ തന്നെ നമ്മളൊരു റീ എൻട്രി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിലൊരു വ്യക്തത ഇപ്പോൾ ക്ലിയറായിട്ട് ഉപ്പുമുളകും ഡയറക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 4 മാസമായിട്ട് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റീ എൻട്രി തന്നെയാണ് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റേത്. അതിനാസ്പദമാക്കി 4-5 എപ്പിസോഡുകൾ വന്നിട്ടുണ്ടായിരുന്നു സിദ്ധു വരാൻ പോവുകയാണ് എന്ന രീതിക്കൊക്കെ. പക്ഷേ എല്ലാ എപ്പിസോഡിൻ്റെയും എൻഡിങ്ങിൽ നമുക്ക് നിരാശ മാത്രമായിരുന്നു. ആ ഒരു എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ സിദ്ധു വരില്ല, സിദ്ധുവിന് ലീവ് കിട്ടിയില്ല, ലീവ് മാറ്റി വെച്ചു എന്ന രീതിക്കൊക്കെ അങ്ങനത്തെ ഒരു സില്ലി എക്സ്ക്യൂസസ് കൊടുത്ത് ആ എപ്പിസോഡിനെ ഡിസപ്പോയിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് എപ്പിസോഡുകൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സിദ്ധുവിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ, സിദ്ധു തിരിച്ചു വരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എപ്പിസോഡിൽ കാണിക്കുന്നതന്നെ അധികം ഇല്ലാതായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഓഡിയൻസിന് ഇത്രത്തോളം എക്സ്പെക്റ്റേഷൻ എന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ അത് ആ ഒരു കഥാപാത്രം ചെയ്തിരുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെയാണ്. അതായത് ഡെയിൻ ഡേവിസാണ് ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സിദ്ധു 2-3 എപ്പിസോഡുകൾ മാത്രം തന്നെയാണ് സീസൺ 1 ആ സിദ്ധു എന്നൊരു കഥാപാത്രം വന്നിട്ടുള്ളത്. എന്നിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ ആ ഒരു ക്യാരക്ടർ ഇന്നും അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡെയിൻ ഡേവിസിൻ്റെയും കൂടെ ഒരു ഫാൻ ബേസ് ആണെന്ന് പറയാം. കാരണം ആ ഒരു ക്യാരക്ടർ ഡെയിൻ ഡേവിസ് അവതരിപ്പിച്ചുകൊണ്ടാണ് അത്രത്തോളം റീച്ച് കിട്ടിയത്. സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ അപ്പോൾ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ മെയിൻ അത്രത്തോളം ഫാൻസ് കിട്ടാൻ കാരണം ഡെയിൻ ഡേവിസ് ആയതുകൊണ്ട് കൂടിയാണ്. ഇപ്പോൾ സീസൺ 2 ആരംഭിച്ചിട്ട് സിദ്ധു എന്നൊരു അല്ലെങ്കിൽ ഡെയിൻ ഡേവിസിൻ്റെ ഒരു റീ എൻട്രിക്ക്, സിദ്ധു എന്നതിലുപരി ഡെയിൻ ഡേവിസ് എന്നൊരു ആർട്ടിസ്റ്റിൻ്റെ ഒരു റീ എൻട്രിക്കും കൂടിയാണ് പ്രേക്ഷകരെ ഒട്ടാകെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിലൊരു ഷോക്കിംഗ് അപ്ഡേറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ സിദ്ധു ആയിട്ട് ഡെയിൻ ഡേവിസ് അല്ല വരാൻ പോകുന്നത്. നമുക്കറിയാം, ഇത് കേൾക്കുന്ന എല്ലാ ഉപ്പുമുളകും ഫാൻസിന് ഒരു ഷോക്കിംഗ് അപ്ഡേറ്റ് തന്നെയായിരിക്കും. കാരണം നമ്മൾ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തത് സിദ്ധുവിൻ്റെ റീ എൻട്രിയിലുപരി ഡെയിൻ ഡേവിസിൻ്റെ ഒരു റീ എൻട്രി എന്നതിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് അല്ല വരാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവും. പക്ഷേ അത് തന്നെയാണ് ട്രൂത്ത്. സിദ്ധുവായിട്ട് ഇനി ഡെയിൻ ഡേവിസ് അല്ല വരാൻ പോകുന്നത്. സംവിധായകൻ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിദ്ധു ഉടൻ തന്നെ വരും, പക്ഷേ ഒരു പുതുമുഖമായിരിക്കും ആ ഒരു വേഷത്തിലെത്തുക എന്ന രീതിക്കാണ്. അതായത് സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് അല്ല വരാൻ പോകുന്നത്, മാത്രമല്ല ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് പോലുമല്ല, ഒരു പുതുമുഖം അവർ ഓഡീഷൻ വെച്ച് പുതുമുഖത്തെയാണ് സിദ്ധുവായിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അതായത് ദിയായിട്ട് പാർവതി അയ്യപ്പദാസെ കൊണ്ടുവന്നതുപോലെ സിദ്ധുവായിട്ട് പുതിയൊരു ആർട്ടിസ്റ്റ്, ഒരു പുതുമുഖത്തെയാണ് ഉപ്പുമുളകിൽ കൊണ്ടുവരാൻ പോകുന്നത്. സിദ്ധുവിൻ്റെ റീ എൻട്രി പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ ആരാധകർക്കും ഇതൊരു നിരാശ തന്നെയാണ്. കാരണം അവരെല്ലാവരും ഡെയിൻ ഡേവിസിനെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡെയിൻ ഡേവിസ് ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഡെയിൻ ഡേവിസ് തന്നെയാണ്. കാരണം ഡെയിൻ ഡേവിസ് ഇപ്പോൾ ഫ്ലവേഴ്സുമായിട്ട് പുതിയ കോൺട്രാക്റ്റിൽ വന്ന് പുതിയ ഷോ ചെയ്യുന്നു. അപ്പോൾ ഡെയിൻ ഡേവിസ് തന്നെയായിരിക്കും സിദ്ധുവായിട്ട് തിരിച്ചു വരാൻ പോകുക എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു കൺഫേംഡ് ന്യൂസ് തന്നെയാണ്. സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് അല്ല, ഒരു പുതുമുഖമാണ് ആ ഒരു വേഷത്തിലെത്തുന്നത് എന്നത്. ആ ഒരു ക്യാരക്ടർക്ക് എത്രത്തോളം സ്വീകാര്യത ഉണ്ടാവും, അതായത് ആ ഒരു പുതുമുഖമായിട്ട് വരുന്ന ആർട്ടിസ്റ്റിന് എത്രത്തോളം സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത് ഡൗട്ടാണ്. പക്ഷേ പ്രേക്ഷകരെല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിലൊരു ചെറിയൊരു വിശ്വാസമുണ്ട്. കാരണം ഉപ്പുമുളകിൽ വന്ന ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. എന്തിനേറെ നെഗറ്റീവ് ഷെയ്ഡിൽ വന്ന പാർവതി, അതായത് ദിയയെ പോലും ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഉപ്പുമുളകിൽ സിദ്ധുവായിട്ട് വരുന്ന പുതിയൊരു ആർട്ടിസ്റ്റ് ആയാലും അദ്ദേഹത്തെയും എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഏതായാലും അതൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് തന്നെയായിരുന്നു. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഉപ്പുമുളകിൽ നടക്കുന്നത്. ഇതിനു മുമ്പും സീസൺ 1 ഒരു ക്യാരക്ടർ ചെയ്ത വ്യക്തിയെ സീസൺ 2 വേറെ മാറ്റിയിട്ടുണ്ട്. അതായത് ഭവാനിയമ്മ എന്നൊരു കഥാപാത്രം സീസൺ 1 ചെയ്തത് വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. സീസൺ 2 അതിപ്പോൾ പുതിയൊരു
ആർട്ടിസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണിത്. ഏതായാലും ഡെയ്ൻ ഡേവിസ് ചെയ്തു വെച്ച ആ ഒരു ക്യാരക്ടറുടെ അത്രയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ മേളിലുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾക്ക് സിദ്ധുവായിട്ടൊരു പുതുമുഖത്തെയാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ പഴയ സിദ്ധുവായിട്ട് ഡെയ്ൻ ഡേവിസ് തന്നെ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.